പ്രോഗ്രാമിംഗ് ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള 15 PHP ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് PHP? PHPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നാണ്. ഇറ്റ് ഈസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സെർവർ സൈഡിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ക്ലയൻറ്റ് വെബ്സൈറ്റിനെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെർവർ അത് പ്രോസസ്സ് ചെയ്ത് ഡാറ്റ തിരിച്ച് ക്ലയൻറ്റിലേക്ക് വരും. ഈ സെർവറിൻ്റെ സൈഡിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമാണ് PHP. It is used to embed HTML for creating dynamic content. PHPയുടെ ഉള്ളിൽ നമ്മൾ HTML എഴുതുമ്പോൾ HTML ഓൾറെഡി സ്റ്റാറ്റിക് ആണല്ലോ, നമുക്കറിയാം. ഈ HTML നമുക്കത് ഡൈനാമിക് കണ്ടന്റ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളിലും PHP തന്നെയാണ് യൂസ് ചെയ്യണത്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ആയിട്ടുള്ള ഫേസ്ബുക്കിലും PHP തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ എല്ലാത്തിലും ഉപരി PHP നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫയലിനെ PHP ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക? അപ്പോൾ അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് PHP ഇൻക്ലൂഡ് അല്ലെങ്കിൽ റിക്വയർ മെത്തേഡ്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. എന്താണ് ഇൻക്ലൂഡും റിക്വയർ തമ്മിലുള്ള ഡിഫറൻസ്? ഒരു എക്സ്റ്റേണൽ ഫയലിനെ PHP ഫയലിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണതാണ് ഇൻക്ലൂഡ് ആൻഡ് റിക്വയർ. ഇപ്പോൾ സിൻടാക്സ് പറയാമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ഫയൽ നെയിം, അല്ലെങ്കിൽ റിക്വയർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിക്വയർ ഫയൽ നെയിം. ഇതിന് മേജർ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിലും റിക്വയറിലും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിലും ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻക്ലൂഡിൻ്റെ കേസിലാണെങ്കിൽ അത് വാർണിംഗ് ഷോ ചെയ്യും, എന്നിട്ട് കണ്ടിന്യൂസ് എക്സിക്യൂഷൻ. പക്ഷേ ഇൻ കേസ് റിക്വയറിലാണെങ്കിൽ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും, ഇല്ലെങ്കിൽ ഫേറ്റൽ എറർ ഷോ ചെയ്യും, അതിനുശേഷം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. നാലാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് എക്കോവും പ്രിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടും നമുക്ക് ഡാറ്റേനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്കോന് റിട്ടേൺ വാല്യൂ ഇല്ല, പക്ഷേ പ്രിൻറ്റിന് റിട്ടേൺ വാല്യൂ 1 ഉണ്ട്. എക്കോ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സിന് എടുക്കും, പക്ഷെ പ്രിൻറ്റ് ഒരു ആർഗ്യുമെൻറ്റിന് എടുക്കുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. പ്രിൻറ്റിൻ്റെ എക്സാമ്പിളും എക്കോൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എക്കോൻ്റെ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യും. എഫ് നെയിമിൽ നമ്മൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റും എൽ നെയിമിൽ നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പ്രോഗ്രാമിംഗ് ഹാക്സ് എന്ന് കിട്ടും. പക്ഷേ പ്രിൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എററാണ് കാണിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഫംഗ്ഷനാണ് PHPയിലെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഗെറ്റ് ടൈപ്പ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഗെറ്റ് ടൈപ്പ് ഫസ്റ്റത്തെ എടുക്കുകയാണെങ്കിൽ ഗെറ്റ് ടൈപ്പ് ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ അത് ബൂളിയൻ വാല്യൂ ഔട്ട്പുട്ട് തരും. ഇപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ ഗെറ്റ് ടൈപ്പ് നമ്പേഴ്സ് ആണെങ്കിൽ ഇൻറ്റീജേഴ്സ് തരും. ഗെറ്റ് ടൈപ്പ് ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് സ്ട്രിങ് തരും. ആറാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെ നമുക്ക് അറേനെ ഡിക്ലെയർ ചെയ്യാം? നമുക്ക് അറേനെ ഡിക്ലെയർ ചെയ്യാൻ 3 ടൈപ്സ് ഓഫ് അറേസ് ഉണ്ട്. ഒന്ന് ഇൻഡെക്സ്ഡ് അറേ, ഒന്ന് അസോസിയേറ്റീവ് അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ. ഇൻഡെക്സ് അറേ എന്ന് പറയുന്നത് അറേ വിത്ത് ന്യൂമറിക് ഇൻഡെക്സ് ആണ്. നമുക്ക് അറേയുടെ ഉള്ളിൽ എലമെൻറ്റ്സ് കൊടുക്കാം. ഓരോന്നും ഓരോ ഇൻഡെക്സ് ആയിരിക്കും. എർത്ത് 0, മൂൺ 1, മാർസ് 2, അങ്ങനെ 0, 1, 2 എന്നാണ്, അങ്ങനെയാണ് പോവുക. നെക്സ്റ്റ് വൺ അസോസിയേറ്റീവ് അറേ. അസോസിയേറ്റീവ് അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേസ് വിത്ത് നെയിംഡ് കീസ്. ഒരു അറേയുടെ ഉള്ളിൽ ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് കീ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ മൾട്ടി ഡയമെൻഷണൽ അറേ. അറേ കണ്ടെയ്നിങ് 1 or more അറേസ്. ഒരു അറേയുടെ ഉള്ളിൽ കുറേ അറേസ് വെക്കുന്നതാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, PHPയിലെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലാറാവൽ, സിംഫണി, കേക്ക് PHP, കോർഡിനേറ്റർ, സെൻ ഫ്രെയിംവർക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഫോറും ഫോർ ഈച്ച് ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്? ഫോർ ലൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര തവണ ഐട്രേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അവിടെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. n = 0 to n <= 3. നമുക്ക് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3 വരെയാണ് ഐട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫോർ ഈച്ച് ലൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ എലമെൻറ്റ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്യണത്. പക്ഷേ ഇവിടെ ഐട്രേഷൻ നമുക്ക് എത്ര എണ്ണമെന്ന് അറിയില്ല. ആ കേസിലാണ് ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്യണത്. ഇവിടെ എക്സാമ്പിളിൽ അറേയുടെ ഉള്ളിൽ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എത്ര തവണ ഐട്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് അതുപോലെ എർത്ത്, മൂൺ, മാർസ് അങ്ങനെ കിട്ടും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ടെർണറി ഓപ്പറേറ്റർ? ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളൻ വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്കൊരു ലെങ്ത് ഓഫ് കോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുക.
ഇത് നമുക്ക് ഇഫിനും നെസ്റ്റഡ് ഇഫിനും ഒക്കെ പകരമായിട്ട് നമുക്ക് ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്പറൻസ് ഉണ്ട്. ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, കണ്ടീഷൻ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. അതിനുശേഷം ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കൊടുക്കും. സ്റ്റേറ്റ്മെൻറ്റ് 1ന് ശേഷം നമ്മളൊരു കോളം കൊടുക്കും, അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് 2, ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു സെമി കോളം കൊടുക്കും. അതാണ് അതിൻ്റെ സിൻടാക്സ്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ നമ്മൾ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 15 ആണെങ്കിൽ 20ഉം അല്ലെങ്കിൽ 5ഉം വർക്ക് ചെയ്യും. ഇവിടെ 3 ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. 3 ഗ്രേറ്റർ ദാൻ 15 ആണോ എന്ന് ചെക്ക് ചെയ്തു, ട്രൂ അല്ല, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 വർക്ക് ചെയ്തു. അപ്പോൾ 5 ആണ് നമുക്ക് അതിൻ്റെ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ബ്രേക്കും കണ്ടിന്യൂയും തമ്മിലുള്ള ഡിഫറൻസ്? ബ്രേക്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഐട്രേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4ൻ്റെ ഉള്ളിൽ നമ്മൾ x=0 മുതൽ 5 വരെ കൊടുത്തിട്ടുണ്ട്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ x=2 കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വരുമ്പോൾ അതിനുശേഷമുള്ള ഐട്രേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ആവും. പക്ഷേ കണ്ടിന്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഐട്രേഷൻസ് മാത്രമേ അത് സ്കിപ്പ് ചെയ്യുള്ളൂ, ബാക്കി അതിനുശേഷം ഉള്ള ലൂപ്സ് കണ്ടിന്യൂ ചെയ്യും. എക്സാമ്പിൾ, നമ്മൾ 0 മുതൽ 5 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ലൂപ്പിൽ. x=2ന് ശേഷം കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2ൻ്റെ ഐട്രേഷൻ മാത്രം അവിടെ സ്കിപ്പായി, ബാക്കിയുള്ള ഐട്രേഷൻസ് തുടങ്ങും. ഇവിടെ ഔട്ട്പുട്ടിൽ കാണുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്. 2ൻ്റെ ഐട്രേഷൻ മാത്രം സ്കിപ്പായി, അതിനുശേഷമുള്ള ഐട്രേഷൻസ് ഉണ്ട് 3, 4. 11ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ്? ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ് രണ്ടും സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് ആണ്. സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റും, ഏത് ഫംഗ്ഷനിൽ നിന്നും ഏത് ക്ലാസ്സിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ്. ഇത് നമ്മൾ ഗെറ്റ് ആൻഡ് പോസ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യണത് $_get $_post അത് വെച്ചിട്ടാണ് നമ്മളത് ഡിനോട്ട് ചെയ്യണത്. ഇപ്പോൾ ഒരു ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനുള്ള ഡേറ്റ ബാക്ക് എൻഡിലേക്ക് അല്ലെങ്കിൽ PHPയിലേക്ക് നമ്മൾ പാസ് ചെയ്യണത് ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഗെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ URL നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പോസ്റ്റിലാണെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റില്ല, അത് എൻകോഡഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നോർമലി ഗെറ്റിലാണെങ്കിൽ അത് ഡാറ്റ റിട്രീവ് ചെയ്യാനും പോസ്റ്റിലാണെങ്കിൽ ഇൻസേർട്ടും അപ്ഡേറ്റും ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് സെഷനും കുക്കിയും? സെഷനും കുക്കിയും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണതാണ്. സെഷൻ ആണെങ്കിൽ സെർവറിൻ്റെ സൈഡിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. അത് ടെമ്പററി ആയിട്ടായിരിക്കും ഉണ്ടാവുക. സെഷൻ സ്റ്റാർട്ട് ചെയ്യണത് session_start ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യണത് $_session അറേ വേരിയബിൾ ആയിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. അതൊരു സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ ആണ്. കുക്കിയുടെ കേസിലാണെങ്കിൽ അത് യൂസറിൻ്റെ കമ്പ്യൂട്ടറിലെ ഒരു ഫയലിലായിരിക്കും കുക്കി സ്റ്റോർ ചെയ്യുക. ഈ നമ്മൾ എന്തെങ്കിലും ഒരു ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുക്കിയും സെൻഡ് ആവും. കുക്കി ക്രിയേറ്റ് ചെയ്യണത് സെറ്റ് കുക്കി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. സെഷൻ്റെ കേസിൽ ബ്രൗസർ ക്ലോസ് ചെയ്തതിന് ശേഷം സെഷൻ ഡിസ്ട്രോയ് ആയി പോകും. അതിനൊരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്, അതിനുശേഷം സെഷൻ തന്നെ അത് ഡിസ്ട്രോയ് ആയി പോകും. പക്ഷേ കുക്കിയുടെ കേസിൽ ബ്രൗസർ ക്ലോസ് ചെയ്താലും കുക്കി യൂസറിൻ്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സ്പിരേഷൻ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റും, അതിന് ശേഷമേ കുക്കി ഡിലീറ്റ് ആവുള്ളൂ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഏതാണ് PHPയിലെ 3 ആക്സസ് മോഡിഫയേഴ്സ്? ആക്സസ് മോഡിഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആക്സസ് എവിടേക്കാണ് കൺട്രോൾ ചെയ്യണത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആക്സസ് മോഡിഫയേഴ്സ്. 3 ടൈപ്പ് ഉണ്ട്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ മെത്തേഡിനെ എവിടേക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈവറ്റിലാണെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ മെത്തേഡിനെ സെയിം ക്ലാസ്സിലേക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ മെത്തേഡിനെ സെയിം ക്ലാസ് അല്ലെങ്കിൽ ആ ക്ലാസ്സിന് ഡിറൈവ് ചെയ്ത വേറൊരു ക്ലാസ്സിലേക്ക് മാത്രമേ നമുക്ക് ആ പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് കൺസ്ട്രക്ട് ആൻഡ് ഡിസ്ട്രക്ട് മെത്തേഡ്? എല്ലാ ഒബ്ജക്റ്റിലും കൺസ്ട്രക്ട് ആൻഡ് ഡിസ്ട്രക്ടർ ഉണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ഇൻസ്റ്റൻറ്റ് ഓഫ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണ സമയത്ത് കൺസ്ട്രക്ട് മെത്തേഡ് ഇമീഡിയറ്റ്ലി കോൾ ചെയ്യും. നമ്മളതിനെ യൂസ് ചെയ്യണത് 2 കൺസ്ട്രക്ട്. ഡിസ്ട്രക്ട് ആണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സ്റ്റോപ്പ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണ സമയത്തോ ആണ് ഡിസ്ട്രക്ട് യൂസ് ചെയ്യുക. അത് നമ്മൾ 2 ഡിസ്ട്രക്ട് യൂസ് ചെയ്യും. 15ാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് MySQL സെർവർ PHP ആയിട്ട് കണക്ട് ചെയ്യുക?
ഇവിടെ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത്, MySQL കണക്ട് മെത്തേഡും MySQL ക്ലാസ് മെത്തേഡും. MySQL കണക്ട് മെത്തേഡിൽ MySQL കണക്ട് അതിൽ പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ ലോക്കൽ ഹോസ്റ്റിൻ്റെ പേരും യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും. MySQL ക്ലാസ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. ഇവിടെ വേരിയബിൾ നെയിമിൽ നമ്മൾ വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു ന്യൂ MySQL യൂസ് ചെയ്യും. അതിനുശേഷം പാരാമീറ്റേഴ്സായിട്ട് ലോക്കൽ ഹോസ്റ്റ്, യൂസർ നെയിം, പാസ്വേഡ് കൊടുക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.